once again welcome back to our channel kavislifestylelab. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് എങ്ങനെ മുടി പ്രോപ്പർ ആയിട്ട് കറുപ്പിക്കാം. എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നമാണ് വൈറ്റ് ഹെയർ, മുടിക്കൊരു കളറില്ലായ്മ, ഒരു ചെമ്പൻ കളർ മുടി. ഇതൊക്കെ എല്ലാവർക്കും ഉള്ളൊരു പ്രോബ്ലമാണ്. ഇതിനെ എങ്ങനെ നമുക്ക് പ്രോപ്പർ ആയിട്ട് ബ്ലാക്ക് ഹെയർ ആയിട്ട് ഒരു കെമിക്കലും ഇല്ലാതെ എങ്ങനെ നാച്ചുറൽ ആയിട്ട് ബ്ലാക്ക് കളറായിട്ട് മാറ്റാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. ഇത് കാണുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് തോന്നും. ഞാൻ ഇതിനകത്ത് ഒരു സ്റ്റെപ്പ് അവോയ്ഡ് ചെയ്യുന്നുണ്ട്. അത് നമ്മുടെ ഹെന്ന സ്റ്റെപ്പാണ്. ബിക്കോസ് ഞാൻ ഹെന്ന വീഡിയോ ഓൾറെഡി എൻ്റെ ചാനൽ ഇട്ടിട്ടുണ്ട്. ഞാൻ അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. നിങ്ങളത് കണ്ടിട്ട് വേണം ഹെന്ന പ്രോപ്പറായിട്ട് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഇന്ന് എങ്ങനെയാണ് ബ്ലാക്ക് ഹെയർ, അതായത് പ്രോപ്പറായിട്ട് നമുക്ക് നല്ല ഒരു ബ്ലാക്ക് ഹെയർ കിട്ടുന്നതെന്ന് നോക്കാം. ഇതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ട സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുടി നല്ലപോലെ ഹെന്ന ചെയ്യുക. നല്ലപോലെ ഹെന്ന ചെയ്യണം. ഹെന്ന ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ ലിങ്ക് കൊടുത്തേക്കാം. അതിൽ നോക്കി ഹെന്ന ചെയ്യുക. നിങ്ങൾക്ക് ഒരു ബീട്രൂട്ടിന്റെ കളർ ഉള്ള മുടി അല്ല വേണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്തുനിന്ന് ബീട്രൂട്ട് അവോയ്ഡ് ചെയ്യാം. അല്ലാതെ ഈ ബീട്രൂട്ട് ഇല്ലാത്ത ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്യാം. ഞാനിപ്പോൾ ഓൾറെഡി ഇന്നലെ ഹെന്ന അപ്ലൈ ബിക്കോസ് ഇന്ന് ഇൻഡിഗോ പൗഡർ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്നലെ തന്നെ ഹെന്ന ചെയ്തിട്ടുണ്ട്. ബീട്രൂട്ട് ചേർത്ത് തന്നെയാണ് ഹെന്ന ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്കൊരു നല്ലൊരു ബ്രൗണിഷ് കളർ കിട്ടും ഹെയറിന്. അപ്പോൾ അതുപോലെ നിങ്ങൾ ഫസ്റ്റ് ബീട്രൂട്ട് ഉപയോഗിച്ചോ ബീട്രൂട്ട് ഇല്ലാതെയോ നിങ്ങളുടെ ഇഷ്ടം, ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ലിങ്കിൽ നോക്കിയിട്ട് അതേപോലെ പ്രോപ്പറായിട്ടുള്ള സ്റ്റെപ്പിൽ മുടി ഹെന്ന ചെയ്യുക. ഹെന്ന ചെയ്തതിന് ശേഷം അടുത്ത ദിവസം, അതായത് മുടി ഷാമ്പു ചെയ്യാതെ ജസ്റ്റ് വാഷ് ചെയ്താൽ മാത്രം മതി. വാഷ് ചെയ്തതിന് ശേഷം അടുത്ത ദിവസമാണ് നമ്മൾ മുടി കറുപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രോസസ്സ് ചെയ്യുന്നത്. ഇതിനു വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് ഇൻഡിഗോ പൗഡറാണ്. ഇൻഡിഗോ പൗഡർ എല്ലാവർക്കും അറിയായിരിക്കും. ഇൻഡിഗോ പൗഡർ എന്ന് പറയുന്നത് നമ്മുടെ ഇൻഡിഗോ ലീവ്സിൽ നിന്ന് കിട്ടുന്ന ഇൻഡിഗോ ലീവ്സിനെ ക്രഷ് ചെയ്യുന്ന പൗഡറാണ് ഇൻഡിഗോ പൗഡർ എന്ന് പറയുന്നത്. ഇതിനകത്ത് യാതൊരുവിധ കെമിക്കലും ഇല്ല. ഈ ഇൻഡിഗോ പൗഡർ എന്ന് പറയുന്നത് ഒരു ഗ്രീനിഷ് കളർ പൊടിയായിരിക്കും. ഈ ഒരു പൊടിയെ നമ്മൾ ഹെന്ന കൂടെ മിക്സ് ചെയ്യുമ്പോൾ ഹെന്ന അപ്ലൈ ചെയ്ത ഹെയറിൽ, അതായത് ഹെന്ന ട്രീറ്റഡ് ഹെയറിൽ നമ്മൾ തേക്കുമ്പോഴത്തേക്ക് മുടിക്ക് നല്ല ബ്ലാക്ക് കളർ കിട്ടും. ഞാൻ ഈ ഒരു പ്രോപ്പർ സ്റ്റെപ്പാണ് കഴിഞ്ഞ ഒരു 4-5 വർഷമായിട്ട്, എനിക്ക് 30 ഇയേഴ്സ് കഴിഞ്ഞപ്പോൾ തൊട്ട് തന്നെ ഞാൻ ഹെന്ന ചെയ്യാറുള്ള ആളാണ്. 30 ഇയേഴ്സിന് മുമ്പ് തൊട്ട് തന്നെ ചെയ്യാറുണ്ടെന്ന് തോന്നും. ഞാൻ പ്രോപ്പറായിട്ട് ഹെന്ന ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ വൈറ്റ് ഹെയർസ് മുടിയിലില്ല, തലയിൽ അങ്ങനെ വൈറ്റ് ഹെയർസ് ഒന്നുമില്ല. ബിക്കോസ് പ്രോപ്പറായിട്ട് സ്റ്റെപ്പായിട്ട് ചെയ്തു വരും. നമ്മൾ ഹെയർ ഡൈ, കെമിക്കൽ ട്രീറ്റ്മെന്റ്സ്, കളറിങ് ഇതുപോലുള്ള ഒന്നും നമ്മുടെ തലയിൽ ചെയ്യാൻ പാടില്ല. ഇങ്ങനെ ചെയ്താൽ തന്നെ നമുക്ക് നല്ലതായിട്ടുള്ള പ്രോപ്പറായിട്ടുള്ള റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇതാണ് ഇൻഡിഗോ പൗഡർ എന്ന് പറയുന്നത്. കാണുന്നുണ്ടല്ലോ, ഇത് ഖാദിയുടെ പ്രോപ്പറായിട്ടുള്ള നാച്ചുറൽ ആയിട്ടുള്ള ഇൻഡിഗോ പൗഡറാണ്. ഇതുപോലെ നിങ്ങൾ ഓർഗാനിക് നാച്ചുറൽ ഇൻഡിഗോ പൗഡർ വാങ്ങുക. ഇതിനകത്ത് യാതൊരു കെമിക്കലും ഇല്ല. ഇൻഡിഗോ പൗഡർ, അതായത് ഇൻഡിഗോ ലീവ്സ് കൃഷി ചെയ്തിട്ടുള്ള പൗഡറാണിത്. അപ്പം ഇത് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ്, ഇതിന് ആക്ച്വലി ഒരു ഗ്രീൻ കളറാണുള്ളത്. സാധാരണ നമുക്കറിയാലോ, ഇലയൊക്കെ പൊടിക്കുമ്പോൾ ഗ്രീൻ കളറല്ലേ കിട്ടുക. അതുപോലെ ഒരു ഗ്രീൻ കളറാണുള്ളത്. ഈ ഗ്രീൻ കളർ ലീവ്സ് നമ്മുടെ ഹെന്ന ഇട്ട ട്രീറ്റഡ് ഹെയറുമായിട്ട് മിക്സ് ചെയ്യുമ്പോൾ സമയത്ത് ഇത് നല്ല പ്യൂർ ബ്ലാക്ക് കളറായിട്ട് മാറും. മുടി നല്ല ബ്ലാക്ക് കളറിലുള്ള മുടിയായിട്ട് മാറും. അപ്പോൾ നമ്മൾ ബ്ലാക്ക് ഹെയർ ആഗ്രഹിക്കാത്ത ആരാ ഉള്ളത്? അല്ലെ, എല്ലാവർക്കും നല്ല ബ്ലാക്ക് ഹെയർ ആണ് ഇഷ്ടം. അപ്പോൾ നമ്മുടെ ബ്ലാക്ക് ഹെയർ എങ്ങനെയാണ് ഇത് വെച്ച് അപ്ലൈ ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. വളരെ സിമ്പിൾ സ്റ്റെപ്പാണ്, നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാം. ഫസ്റ്റ് സ്റ്റെപ്പ് ഞാൻ ഓൾറെഡി പറഞ്ഞു, നമ്മൾ ഹെന്ന ചെയ്യാണ് ചെയ്യേണ്ടത്. ഹെന്ന ചെയ്തതിന്റെ അടുത്ത ദിവസമാണ് നമ്മൾ ഇത് ചെയ്യേണ്ടത്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇത് വളരെ സിമ്പിൾ സ്റ്റെപ്പാണ്, ഒന്നുമില്ല. ദേ ഇതാണ് ഇൻഡിഗോ പൗഡർ. കണ്ടോ, നല്ല പച്ച കളറാണ് ആ ഇൻഡിഗോ ലീവ്സിന്റെ പൊടി എന്ന് പറയുന്നത്. ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള സ്മെല്ലാണ് ഇത്. ഏകദേശം ഒരു മെഹന്തി സ്മെല്ല് പോലുള്ള സ്മെല്ല് തന്നെയാണ് ഇതിനുള്ളത്. അപ്പോൾ ഇങ്ങനെ ഇത് എടുത്തതിന് ശേഷം ഇളം ചൂടുവെള്ളം, അതായത് പച്ചവെള്ളം വേണ്ട, ഇളം ചൂടുവെള്ളം എടുക്കുക. എടുത്തതിന് ശേഷം കുഴയ്ക്കാൻ ആവശ്യത്തിനായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതായത് നമ്മുടെ ഹെന്ന തേക്കുന്ന അതേ ഒരു പരുവം നല്ലപോലെ ഇതിനകത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് അതിനെ ഒരു ഹെന്ന കുഴയ്ക്കുന്നത് പോലെ വെച്ച് ഇതാക്കിയെടുക്കുക. ഇത് നിങ്ങൾ വെച്ചേക്കൊന്നും വേണ്ട, കുറേ നേരം വെച്ച് ഇതിൻ്റെ നമ്മൾ ഹെന്ന വെക്കുന്നത് പോലെ കുറേ നേരം വെച്ചിരിക്കുകയൊന്നും വേണ്ട. ഇതിങ്ങനെ പ്രോപ്പറായിട്ട് കുഴച്ച് നല്ല ഇതായിട്ട് എടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഇൻഡിഗോ പൗഡറിന്റെ കൂട്ടെന്ന് പറയുന്നത്. തേക്കാനായിട്ട് പ്രത്യേകിച്ച് വലിയ സംഭവങ്ങളൊന്നുമില്ല. ഇത് മാത്രമേ ഉള്ളൂ, ഇൻഡിഗോ പൗഡറും ഇളം ചൂടുവെള്ളവും. ഇത് തേക്കുന്നത് നമ്മൾ എങ്ങനെയാണോ ഹെന്ന അപ്ലൈ ചെയ്തത് അതുപോലെ തന്നെ വേണം അപ്ലൈ ചെയ്യാൻ. അതായത് മുടിയുടെ സെന്റർ ഉണ്ടല്ലോ, സെന്ററിൽ ഇവിടെ നിന്ന് ഇങ്ങനെ മുടിയെടുക്കാം. കുറച്ച് മുടിയെടുക്കാം. സെന്ററിൽ നിന്ന് മുടിയെടുത്തതിന് ശേഷം ഇൻഡിഗോ പൗഡർ എടുത്തിട്ട് മുടിയുടെ ആ 4 സൈഡിലും തേച്ച് കൊടുക്കാം. റൗണ്ടായിട്ട് ഹെന്ന അപ്ലൈ ചെയ്യുമ്പോഴും ഇതേപോലെ വേണം അപ്ലൈ ചെയ്യാൻ. പക്ഷെ ഹെന്ന അപ്ലൈ ചെയ്യുമ്പോൾ മാത്രം കയ്യിൽ ഗ്ലൗസ് ഇട്ട് വേണം അപ്ലൈ ചെയ്യാൻ, ഇല്ലെങ്കിൽ മുടി കൈ ഫുള്ള് കളറാവും. ഇതിങ്ങനെ ഫുള്ള് മുടിയും തേച്ച് കൊടുക്കുക നല്ലപോലെ, ആ മുടിയുടെ തുമ്പ് വരെ.
ഇങ്ങനെ മുടി എടുത്തിട്ട് ഞാൻ കുറച്ച് ഇതായിട്ട് കാണിക്കുകയാണ്. നിങ്ങൾക്ക് കാണാൻ താല്പര്യമില്ലാത്തവരാണെങ്കിൽ ദയവേത് സ്കിപ്പ് ചെയ്ത് പോകണം. ഇതാണ് ചെയ്യേണ്ടത്. എന്നിട്ട് ഇങ്ങനെ മുടി എടുത്തിട്ട് റൗണ്ടായിട്ട് എടുത്തിട്ട് ഇങ്ങനെ റൗണ്ടായിട്ട് ചുറ്റി വയ്ക്കാം. ഓക്കെ, ഇങ്ങനെ റൗണ്ടായിട്ട് ചുറ്റി വയ്ക്കുക. എന്നിട്ട് ആ റൗണ്ടിലും നല്ലപോലെ ഹെന്ന ഈ ഒരു പൗഡർ ഈ ഒരു മാസ്ക് നല്ലപോലെ തേച്ച് കൊടുക്കുക. ഓക്കെ, ഇങ്ങനെ എടുത്ത് തേക്കണം. എന്നിട്ട് വീണ്ടും കുറച്ച് മുടി എടുക്കുക. നമ്മൾ കുറച്ച് ഹെന്ന ചെയ്ത മുടിയായതുകൊണ്ട് കുറച്ച് റഫായിട്ടായിരിക്കും ഇരിക്കുന്നത്. അതുകൊണ്ട് മുടി സൂക്ഷിച്ച് വേണം കൈകാര്യം ചെയ്യാനായിട്ട്. കാരണം മുടി പൊട്ടിപ്പോകും. അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് വേണം മുടി കൈകാര്യം ചെയ്യാൻ. നമ്മുടെ മുടിയാണ്, അതുകൊണ്ടാണ് റൂട്ടിലൊക്കെ നല്ലപോലെ ആ സ്കാൽപ്പിലൊക്കെ തേച്ച് കൊടുത്തിട്ട്. നിങ്ങളിപ്പോൾ എന്നെ ശ്രദ്ധിക്കേണ്ട, മുടി മാത്രം ശ്രദ്ധിച്ചാൽ മതിയേ. കാരണം നിങ്ങൾക്ക് മനസ്സിലാവുന്നോ ഇല്ലയോ എന്നുള്ളത് എനിക്ക് അറിയില്ല. മുടിയുടെ തുമ്പ് വരെ ഇങ്ങനെ നല്ല രീതിയിൽ തേച്ച് കൊടുത്തിട്ട് നമ്മൾ ഫസ്റ്റ് ചുറ്റിയില്ലേ അതിൽ തന്നെ വീണ്ടും ചുറ്റി ഇങ്ങനെ വെക്കുക. ഇതുപോലെ നമ്മുടെ ഫുൾ മുടിയും അപ്ലൈ ചെയ്യണം. അതായത് തുമ്പ് വരേക്കും നിങ്ങൾ അപ്ലൈ ചെയ്യണം. 2 ഫുൾ ഹെയറും തുമ്പ് വരെ അപ്ലൈ ചെയ്ത് ഇങ്ങനെ ഉച്ചിയിൽ കെട്ടി വയ്ക്കുക. ഇങ്ങനെ കെട്ടി വെച്ചതിന് ശേഷം നിങ്ങൾ ഒരു 1 മണിക്കൂർ 2 മണിക്കൂർ അങ്ങനെ കെട്ടി വെച്ചിട്ട് കഴുകി കളയണം. ഇങ്ങനെയാണ് ഇൻഡിഗോ കളർ പ്രോപ്പറായിട്ട് അപ്ലൈ ചെയ്യേണ്ടത്. ഒരു 2 മണിക്കൂർ കഴിഞ്ഞ് കഴുകി കളഞ്ഞിട്ട് നല്ല ഉണങ്ങി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും മുടി നല്ല കറുപ്പ് കളറായിട്ട് ഇരിക്കും. അതൊരു ഏകദേശം ഒരു 2 മാസത്തോളം അങ്ങനെ തന്നെ നിൽക്കും. നിങ്ങളൊന്നും ചെയ്യേണ്ട. ഇതുപോലെ ഞാൻ ഈ പറഞ്ഞതുപോലെ പ്രോപ്പറായിട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു 2 മാസത്തോളം നിങ്ങളുടെ മുടി നിങ്ങൾ നോക്കേ വേണ്ട, നല്ല അതേ ഒരു കളർ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഇൻഡിഗോ പൗഡർ അപ്ലൈ ചെയ്ത് മുടി കറുപ്പിക്കുന്നത്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.